അപ്പോൾ എവിടേക്കാണ് പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നത്, എവിടെയാണ് എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുന്നുണ്ടോ? മാറ്റി എന്നുള്ളത് തന്നെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എവിടെയാണെന്നുള്ള സംബന്ധിച്ച് കൃത്യമായൊരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. കാരണം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെയാണ്. SP ശശീന്ദ്രൻ തിരുവനന്തപുരത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ADGP H വെങ്കടേഷ് തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസ് എവിടെയാണുള്ളത്? ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആശയവിനിമയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ന നിലയിൽ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും തിരുവനന്തപുരമാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് മാറ്റാനുള്ളതാണ്. ഏതെങ്കിലും പോലീസിന്റെ ഏതെങ്കിലും ഓഫീസോ അങ്ങനെ ആയിരിക്കില്ല, മറ്റേതെങ്കിലും സ്ഥലത്തിലേക്കൊന്ന് മാറ്റി കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ സ്വർണം കൊണ്ടുപോകുന്ന ആദ്യഘട്ടം മുതൽ സ്പോൺസർ എന്ന വേഷം കെട്ടി സ്പോൺസറായ ഇയാൾ ഇത് കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കൂടി ശ്രമഫലമായി അവരെയും കൂടി ഇതിൽ പെടുത്തി അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നത്. ഇനി അറിയേണ്ട വളരെ നിർണായകമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 9 ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം മുതൽ പറയേണ്ടി വരും. ഇതിന്റെ ആസൂത്രണം എവിടെയായിരുന്നു, ആസൂത്രണം എങ്ങനെയായിരുന്നു, ഈ ഗൂഢാലോചന എങ്ങനെ നടത്തി, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് വളരെ കൃത്യമായ ഓരോരുത്തർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിർണായകമായ ചോദ്യം ചെയ്യൽ അല്ല ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അതോടൊപ്പം തന്നെ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം കൊണ്ടുപോയപ്പോഴുള്ള അളവിലെ അതിന്റെ തൂക്കത്തിലുള്ള വ്യത്യാസം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയണം. കാരണം ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ദ്വാരപാളികളിൽ UB ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് 1564 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നുവെന്നായിരുന്നു. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി ഇത് വേർതിരിച്ചെടുക്കുന്ന സമയത്ത് 577 ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 1 കിലോയോളം സ്വർണത്തിന്റെ അത്ര കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ സ്വർണം എവിടെ പോയി? അതോടൊപ്പം തന്നെ 477 ഗ്രാം സ്വർണമാണ് ഇത് ഉരുക്കിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഇയാളുടെ സുഹൃത്തായ കൽപേഷിന് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഈ സ്വർണം എവിടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൃത്യമായി ഉത്തരം ഇനി കിട്ടേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടം മുതൽ നമ്മൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ എത്രത്തോളം ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം സംബന്ധിച്ച ഒരു വ്യക്തതയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലിലൂടെ കിട്ടുമെന്നതിന്റെ പ്രതീക്ഷയിലാണ് SIT സംഘം നിലവിലുള്ളത്. എന്തായാലും ഇതിന്റെ ഇനി ഓരോ ഘട്ടങ്ങൾ അറിയണം. നമുക്ക് ഈ റിപ്പോർട്ടും നിലവിലുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിന്റെ വഴികളെ കുറിച്ചുള്ള വ്യക്തതയുള്ളത്. ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയതിനു ശേഷം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിനു ശേഷം ആദ്യം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ വെച്ച് ചില അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നൊരു സംശയമാണ് ഈ SIT ആദ്യം മുതൽ തന്നെ പറയുന്നത്. അവിടെ എത്തിച്ച സ്വർണം അവിടെ വെച്ച് ഉരുക്കി അത് വേർതിരിച്ചെടുത്തതിന് ശേഷം ഉരുക്കിയോ അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിയോ ചെയ്തതിനു ശേഷം മറ്റൊരു പാളിയാണോ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായ ഒരു വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യലിലൂടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം മുഴുവൻ രേഖകളും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ അന്വേഷണ സംഘം അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രേഖകൾ കൂടി ആധാരമാക്കിയായിരിക്കും അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മാർട്ട് ക്രിയേഷൻ CEO ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്ത് അവരുടെ എല്ലാം മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.